ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പെരിപാറൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ തൃശ്ശൂരുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിലാണ്. നമ്മുടെ വീഡിയോസിൽ ഹോൾസെയിൽ പണിക്കൂലി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമുക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ആളുകൾ. അവർ നമ്മുടെ സ്വന്തം ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന സ്വർണ്ണമാണ് നമ്മുടെ ജ്വല്ലറീസ് ത്രൂ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വേറെ ഇൻ്റർമീഡിയറ്റ്സോ ബ്രോക്കേഴ്സോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹോൾസെയിൽ പണിക്കൂലിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് സ്വർണം എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്വന്തം പണിശാലയിൽ പണിയുന്ന സ്വർണ്ണാഭരണങ്ങളായ നല്ല കാര്യമില്ലാണ്ട് നല്ല രീതിയിൽ ചെയ്തു തരാൻ സാധിക്കും. അത് കാരണം പണിക്കൂലി കുറവിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ പണിശാലയിലെ പണിക്കാരൊക്കെ തിരക്കിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിയിലെയും കൊട്ടാരക്കരയിലെയും ഹോൾസെയിൽ ഷോറൂം റീഓപ്പൺ ആവുകയാണ്, അതിന് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്സ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ജോലിയിലെ തിരക്കിലാണ് ഇവരെല്ലാവരും. ആഭരണങ്ങളുടെ അഴകിനെ, അതിൻ്റെ പൊലിമയെ, അതിൻ്റെ ഡിസൈനെയൊക്കെ വരച്ചു ചേർക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ കഴിവ് കൂടിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ ആഭരണങ്ങളും. ഓരോ ഡിസൈനും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ ഡിസൈനും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ പണിത് തരാൻ സാധിക്കുന്നത് ഒരു കലാകാരന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെയുള്ള ഓരോ ആളുകളും കലാകാരന്മാരാണ്. അപ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഓരോ ആഭരണവും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ പെരിപാറൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമുകൾ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനേക്കായുള്ള തിരക്കാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉദ്ഘാടനത്തിന്റെ ഭാഗമാവുക, കളക്ഷൻസ് ഒക്കെ വന്ന് കാണുക, പർച്ചേസ് ചെയ്യുക. Peripardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyyatankara, Kottarakara, Karunagapalli.